الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുധാവനം ചെയ്തും മുസ്ലിമായി മുഅ്മിനായി മുത്തഖിയായി ജീവിച്ചു മരിക്കാൻ നിരന്തരം പഠിക്കണം, പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം എന്നെന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖബറിലെ ബർസഖിയായ ജീവിതം ശാന്തമാകാൻ ആവശ്യമായ ചില അനിവാര്യ ഘടകങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിരുന്നു. കുടുംബങ്ങളും വീടകവുമൊക്കെ വീടുമെല്ലാം ഇസ്ലാമികമാവണം, ശാന്തമാവാൻ അവയൊക്കെ കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അപ്പൊ പല ആളുകളുടെയും മനസ്സിലുണ്ടാകും ആ പറഞ്ഞതൊക്കെ ഒരു ഏകദേശം നമ്മളുടെ കയ്യിൽ നിയന്ത്രണത്തിൽ വരുന്നതാണ്. എന്നാൽ മക്കൾ അങ്ങനെയല്ലല്ലോ. അവർക്ക് വേണ്ടി എല്ലാം നാം ചെലവഴിക്കുന്നു, എന്നാൽ നമ്മൾ വിചാരിച്ചതുപോലെ അവരാകുന്നില്ല. അതൊരു വല്ലാത്ത പരാതിയാണ്. എന്താണ് സത്യത്തിൽ മക്കൾ ഉണ്ടാവുക എന്നത്, കുട്ടികൾ ഉണ്ടാവുക എന്നത്? റസൂലിന് ഏറ്റവും ഇഷ്ടം ആരെ കല്യാണം കഴിക്കാനാണെന്ന ചോദ്യത്തിന് ആരെയാണ് റസൂലെ ഞാൻ കല്യാണം കഴിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ റസൂല് പറഞ്ഞത് തസവ്വജുൽ വലൂദൽ വദൂദ്, നീ ഏറ്റവും നന്നായി സ്നേഹിക്കാൻ കഴിയുകയും ഏറ്റവും കൂടുതൽ പ്രസവിക്കാൻ കഴിയുകയും ചെയ്യുന്ന പെണ്ണിനെയാണ് കല്യാണം കഴിക്കേണ്ടത് എന്ന് റസൂൽ പറഞ്ഞത്. എന്താ? വഇന്നി മുഫാഖറും ബിക്കും യൗമൽ ഖിയാമ, കാരണം നിങ്ങളുടെ ആധിക്യം നിമിത്തം ഞാൻ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ എന്റെ ഉമ്മത്തിന്റെ വലിപ്പം കൊണ്ട് പെരുമ നടിക്കും ആഗ്രഹിക്കുന്നു എന്ന് റസൂല് പറഞ്ഞു. എന്താണ് മക്കൾ എന്ന് പറയുന്നത്? അൽ ഔലാദ് ദഖറുൻ ഫി ദുനിയ ഇൻ ആശു വ അജ്റുൻ ഫിൽ ആഖിറ ഇൻ മാതു എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. മക്കൾ എന്ന് പറഞ്ഞാൽ അത് നിനക്ക് ഈ ഭൂമിയിൽ ഒരു വലിയ സമ്പാദ്യമാണ്. അവർ ജീവിച്ചാൽ, അവർ മരിച്ചാലോ അത് നിനക്ക് പരലോകത്ത് പുണ്യമുള്ള കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, അവരുടെ മരണം പോലും പുണ്യമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഒരു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാലി അബ്ദി അൽ മുഅ്മിനി ഇൻദി ജസാഉൻ ഇദാ ഖബൽതു സഫിയഹു മിൻ അഹ്ലി ദുനിയ സുമ്മ ഇഹ്തസബഹു ഇല്ലൽ ജന്ന. എന്റെ ഒരു അടിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ ഞാൻ അവനിൽ നിന്ന് എടുത്താൽ, ഞാൻ പിടിച്ചാൽ, അവൻ അതിൽ അള്ളാഹുവിന്റെ പ്രതിഫലത്തെ പ്രതീക്ഷിച്ചാൽ അവന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. മറ്റൊരവസരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുഞ്ഞിന്റെ ജീവൻ എടുത്ത മലക്കുകളോട് ചോദിക്കുന്നുണ്ട്. അവരുടെ അവധി എത്തിയപ്പോ മലക്കുകൾ അവരുടെ ഉത്തരവനുസരിച്ച് അവർ ആ കുഞ്ഞിനെ ആത്മാവ് പിടിക്കുമ്പോ അള്ളാഹു ചോദിക്കുന്നു എന്ന് റസൂൽ പഠിപ്പിക്കുന്നു, ഖബൽതും വലദി അബ്ദി, എന്റെ അടിമയുടെ കുഞ്ഞിനെയാണോ നിങ്ങൾ എടുത്തത്? ഫയഖൂലൂന, അവർ പറയും നഅം. ഫയഖൂലു ഖബൽതും സമറത ഫുആദിഹി, അവന്റെ ഹൃദയത്തിന്റെ കഷ്ണത്തെയാണോ നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്നത്? അവർ പറയും അതെ, നഅം. അപ്പോ ഫമാദാ ഖാല അബ്ദി, അപ്പൊ എന്റെ അടിമ എന്താ പറഞ്ഞത്? അപ്പോൾ ഫയഖൂലൂന ഹമദക്, അല്ലാഹുവേ നിന്റെ അടിമ അപ്പോൾ അൽഹംദുലില്ലാഹ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അള്ളാഹു അവരോട് പറയും, ഇബ്നു ലഹു ബൈതൻ ഫിൽ ജന്ന വസമ്മൂഹു ബൈത്തുൽ ഹംദ്, ആ അടിമക്ക് വേണ്ടി നിങ്ങൾ ഈ സ്വർഗത്തിൽ ഒരു ഹംദിന്റെ ഒരു വീട് പണിയുക, ആ വീടിന് നിങ്ങൾ ഹംദ് എന്ന് പറയുക.
ആ വീടിന് നിങ്ങൾ ഹംദെന്ന് പേരിടുക എന്ന്. അഥവാ ഞാൻ പറഞ്ഞത് ഇൻ മാതു, അവർ മരിച്ചാൽ പോലും അത് അജ്റുൽ ലക്, അത് നിനക്കെന്തുള്ളതാണ്, നിനക്ക് കൂലിയാണ്. അപ്പൊ ആ മക്കൾ, അങ്ങനെയൊരു മക്കൾ നമ്മൾക്കുണ്ട് എന്നതാണ്. അങ്ങനെ മക്കൾ ഉണ്ടാവണം. പക്ഷേ എന്താ, ആ മക്കൾക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും അധ്വാനത്തിന്റെ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത്. പ്രവാസികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ വരുമാനത്തിന്റെ ഏറ്റവും വലിയതെല്ലാം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാ? അവരുടെ മക്കളിലാണ്. നിങ്ങൾക്കൊരു നല്ല റൂം വേണമെന്ന് ആഗ്രഹിക്കുമ്പോ ആ ആഗ്രഹത്തെ നിങ്ങൾ മാറ്റിവെച്ച് സൗകര്യങ്ങൾ കുറഞ്ഞ റൂമിലാണ് നിങ്ങൾ ഉള്ളത്. ഒരു നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ മക്കളുടെ ഫീസും അവരുടെ വസ്ത്രവും അവരുടെ ചെലവും അവർക്ക് ഏറ്റവും നല്ലത് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് അതിനെ നിങ്ങൾ ചുരുക്കിക്കൊണ്ടുവരുന്നു. നമ്മളെല്ലാവരും അങ്ങനത്തെയാണ്. ഭൂമിയിലെ ഒരു ഭൂരിപക്ഷം പിതാക്കന്മാരും മാതാക്കളും ഒക്കെ അങ്ങനെയാണ്. അവരുടെ ഇഷ്ടങ്ങളെ, അവരുടെ താല്പര്യങ്ങളെ, അവരുടെ ഇഷ്ടങ്ങളെ, ആനന്ദങ്ങളെ എല്ലാം മക്കൾക്ക് വേണ്ടി, മക്കളുടെ കാരണത്താൽ, അവരുടെ ഉയർച്ചയുടെ കാരണത്താൽ അവർ മാറ്റിവെക്കുന്നു. എന്തിനാണ്? ലി അജ്ലിൽ ഔലാദ്, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി, അവരുടെ ആഗ്രഹ സഫീകരണത്തിന് വേണ്ടി. എന്നാൽ വറുബ്ബമാ അല്ലാ യറുദ്ദ ഇലൈക വഫാഉൻ വലാ ബിർ, ഒരു പക്ഷേ ഈ മക്കൾ പഠിച്ചു വളർന്ന് നിന്റെ എല്ലാ ഊർജവും, നിന്റെ എല്ലാ ആരോഗ്യവും നീ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഉപയോഗപ്പെടുത്തി തിരിച്ചു വരുമ്പോ ഒരു പക്ഷെ അവരിൽ നിന്ന് നീ പ്രതീക്ഷിച്ചതൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു ഉറപ്പില്ല. അവർ നിനക്ക് ബാറാകും, പുണ്യം ചെയ്യുന്നവനാകും, അവർ നിന്നോട് വഫാ ഉള്ളവനാകും, കരാറുള്ളവനാകും എന്നൊന്നും ഒരു ഉറപ്പില്ല. എന്താണ് ഈ മാർഗത്തിൽ ചെയ്യുക? ഹൽ തസ്തഗ്റബ് ഫി ഹാദൽ മൗഖിഫ്, ഈ ഒരു രംഗം വരുമ്പോ നീ ആശ്ചര്യപ്പെടുകയും അത്ഭുതപ്പെടുകയും അന്താളിച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്താണ് മാ മൗഖിഫുൽ മുസ്ലിം മിൻ ഹാദൽ മവാഖിഫ്, ഇത്തരം ഘട്ടങ്ങളിൽ ഒരു മുസ്ലിമിന്റെ നിലപാട് എന്താണ്? ഇവിടെയാണ് അൽ ഇഹ്തിസാബ് ഫി തർബിയത്തിൽ ഔലാദ്, മക്കളെ വളർത്തുന്നതിലും നീ അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കുക എന്നതാണ്. നീ എന്തിനാണ് ചെലവഴിക്കുന്നത്? തർബിയത്തുൽ ഔലാദ് ലൈസ മശ്റൂഉൻ ഇഖ്തിസാദി, ഒരു സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെന്റ് അല്ല. തഊദു ഇലൈക റിബാൻ ഗദൻ, നാളെ നിന്നിലേക്ക് നിന്റെ ലാഭം തിരിച്ചു വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി നീ കാണരുത്. മറിച്ച് തസദ്ദഖ്ത അലാ ഔലാദിക് സദഖത്തുൻ ഫീ സബീലില്ലാഹ്, നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുന്ന ഒരു സദഖയാണ്. കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നത് സദഖത്തുൻ, അതൊരു സദഖയാണ്. ഫീ സബീലില്ലാഹ് തത്ലുബു മിൻഹു അൽ അജ്റു മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് നീ അജ്ർ പ്രതീക്ഷിക്കണം. മാത്രവുമല്ല, ഏറ്റവും നല്ല സദഖ ഏതാണ്, ഏറ്റവും വലിയ ധർമ്മം ഏതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ് വദീനാറുൻ അൻഫഖ്തഹു ഫീ റുഖബ വദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ. നോക്കുക നിങ്ങൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ ചെലവഴിച്ച ഒരു ദീനാർ, ഒരു അടിമയെ മോചിപ്പിക്കാൻ നീ ചെലവഴിക്കുന്ന ഒരു ദിനാർ, പാവപ്പെട്ടവന് ധർമ്മം ചെയ്യാൻ നീ ചെലവഴിക്കുന്ന ഒരു ദിനാർ, വ്യത്യസ്ത ദിനാറുകളാണ്. നിന്റെ മക്കളും ഭാര്യയും കുടുംബങ്ങളെയും പോറ്റാൻ വേണ്ടി നീ ചെലവഴിക്കുന്ന ഒരു ദീനാർ. ഈ ദീനാറുകളിൽ ഏറ്റവും കൂലിയുള്ളത് നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചതാണ്. അപ്പൊ ഒരു ടെൻഷനും അതിൽ വേണ്ട. ഇനി അങ്ങനെ ആയാൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരു ആരോഗ്യവാനായ ഒരു യുവാവ്, അദ്ദേഹം രാവിലെ എന്നും വളരെ ആവേശത്തോടു കൂടി പുറത്തു പോകും. ഇത് കണ്ടപ്പോ ഒരിക്കൽ സഹാബികൾ പറഞ്ഞു, ഓ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുക, നല്ല ആരോഗ്യമുള്ള ചുറുക്കുള്ള ആവേശത്തോട് കൂടിയുള്ള അദ്ദേഹത്തിന്റെ ആ നടത്തവും പോക്കും ഒക്കെ കണ്ടപ്പോ സഹാബികൾ പറഞ്ഞു, റസൂല് കേൾക്കെ, ആ മനുഷ്യന്റെ പോക്ക് ലൗകാന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ആ പോക്കെങ്കിലും എത്ര നന്നായിരുന്നേനെ. അപ്പൊ ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, അവരോട് പറഞ്ഞു, ഇൻ കാന ഖറജ യസ്ആ, ആ മനുഷ്യൻ പുറപ്പെട്ടു പോകുന്നത് അലാ വലദിഹി സിഗാറൻ, അവന്റെ ചെറിയ മക്കൾക്കുള്ള ഉപജീവനത്തിന് വേണ്ടിയാണെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. വഇൻ കാന ഖറജ യസ്ആ അലാ അബുവൈനി ശൈഖൈൻ, വൃദ്ധരായ മാതാപിതാക്കളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ആ ചെറുപ്പക്കാരന്റെ ആവേശം തുടിച്ചുകൊണ്ട് അവൻ പുറത്തുപോയതെങ്കിൽ അത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. എന്നാൽ
ഇനി അവന്റെ സ്വന്തം ആത്മാഭിമാനം സംരക്ഷിക്കാൻ, സ്വന്തമായ വരുമാനം ഉണ്ടാകാനാണ് അവൻ പോയതെങ്കിലും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. എന്നാൽ ലോകമാന്യവും ആളുകളെ കാണിക്കാനും പെരുപ്പം നടിച്ചും കൊണ്ടുമാണ് അവൻ പോയതെങ്കിൽ അവൻ പിശാചിന്റെ മാർഗത്തിലാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എല്ലാവർക്കും അറിയാം, പ്രഗൽഭനായ ഇമാമാണ്. അദ്ദേഹത്തിന്റെ അറിവിലും ഇബാദത്തിലുമൊക്കെ വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ ബിശ്ർ ബിൻ ഹാഫി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അഹ്മദ് ബിൻ ഹംബലിന്റെ അതേ കാലഘട്ടത്തിൽ അഹ്മദ് ബിൻ ഹംബലിന് ധാരാളം മക്കളും ഒന്നിലധികം ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പ്രശസ്തനാണ് അദ്ദേഹത്തിന്റെ അറിവിലും ഇബാദത്തിലൊക്കെ. ഈ ബിശ്ർ ബിൻ ഹാഫി എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം ഭയങ്കരമായ ഒരു സാഹിദാണ്, വിരക്തനാണ്, ഭയങ്കരമായ ആബിദാണ്. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് തന്നെ ഹാഫി എന്നാവാൻ കാരണം ചെരുപ്പിടാത്ത ആളാണ്. എന്താണ്? ലിമാദാ യുഖാലു ഹാഫി വഹുവ ലാ യഖുദു അൻ-നഅൽ വയഖൂലു ലൗ കാന ഇൻദി സഅറു അൻ-നഅൽ ഉസദ്ദിഖു അലൽ മിസ്കീൻ. അത് ഖതാ. എനിക്ക് ചെരുപ്പ് വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് പാവപ്പെട്ടവർക്ക് ധർമ്മം ചെയ്യും. അങ്ങനെ ധർമ്മവും ഇബാദത്തും ഒക്കെ ആയിട്ട് കഴിയുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഒരിക്കൽ അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ച് പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബൽ ഹുവ അഹ്മദ് ബിൻ ഹംബൽ ശരിയാണ്, വലിയ വലിയ മനുഷ്യരാണ്. പക്ഷേ ലൗലം യതസവ്വജ്, അദ്ദേഹം കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്താ അത്രയും സമയം ഭാര്യക്കും മക്കളെയും ഒക്കെ എൻഗേജ്ഡ് ആവുന്ന സമയം മുസ്ലിം ലോകത്തിന് ഉപകാരമുള്ള വൈജ്ഞാനിക സേവനങ്ങളും പ്രൊഡക്റ്റുകളും ലോകത്തിനുണ്ടാകുമായിരുന്നു. ഇത് കേട്ടപ്പോ ഇതൊരിക്കൽ ഒരാള് അഹ്മദ് ബിൻ ഹംബലിന്റെ സദസ്സിൽ വെച്ച് പറഞ്ഞു. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽ ലി ബിശ്ർ, നിങ്ങൾ ബിശ്റിനോട് പറയുക. എന്താ പറയേണ്ടത്? ഖുൽ ലി ബിശ്ർ, നിങ്ങൾ പറയുക, വല്ലാഹി ബുകാഉ വലദി ബൈന യദയ്യ യുരീദു കിസ്റൻ മിനൽ ഖുബ്സി, ഒരു കഷ്ണം ഖുബ്സിന് വേണ്ടി എന്റെ മകൻ, എന്റെ കൊച്ചന്റെ മുമ്പിൽ നിന്ന് കരയുന്നതാണ് അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം, അൻ അബ്ദഹു അക്സറു മിൻ സന, ഞാൻ ഒരു വർഷം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും. അത് ഫളൻ അലാ നഫഖത്തിൽ ഔലാദ്, മക്കളുടെ വിഷയത്തിൽ ആ അല്ലാഹ് അവന് വേണ്ടി കൊടുക്കുന്നതാണ്. എന്നാൽ എന്താണ് സഹോദരന്മാരെ, പക്ഷേ ഇതെല്ലാം നമ്മളിലേക്ക് തിരിച്ചു വരുമോ? ഇതെല്ലാം കഴിയുമ്പോ നമ്മൾ പറയും, എന്താ ചെയ്യാ, മോൻ ഇങ്ങനെയായി പോയി, മക്കൾ എങ്ങനെയായിപ്പോയി. ലാ അറാഹു ഇല്ലാ ഫിസ്സല വലാ അറാഹു ഇല്ലാ റിസാല, ഒരു പക്ഷേ അവന്റെ കത്തുകളല്ലാതെ, ഒരു വോയിസ് മെസ്സേജ് അല്ലാതെ, ഒരു ആശംസാ വേടുകളല്ലാതെ, കൊല്ലത്തിലെ റിമോജ് അല്ലാതെ ഒന്നും എനിക്ക് ലഭിക്കാറില്ലെന്ന് പറയുന്ന എത്ര ആളുകളുണ്ട്. ബൽ ലാ അൻത തസദ്ദഖത അലൈഹിം ഫീ സബീലില്ലാഹ് തത്ലുബുൽ അജ്റു മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള അജ്ർ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നീ ഇത് ചെയ്തതെങ്കിൽ, വഇൻ റസഖല്ലാഹു ബിർറൻ വഫാഅൻ ഫഹുവ ഖൈറുൽ ലക്കും, അല്ലാഹു ആ മക്കൾക്ക് ബിർറും വഫാവും കരാറും കമ്മിറ്റ്മെന്റും അല്ലാഹു വിഭവമായി നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഖൈർ. വഇല്ലാ ഇഹ്തസബ്തൽ അജ്റു മിനല്ലാഹ്, നീ അല്ലാഹുവിന്റെ അജ്ർ പ്രതീക്ഷിച്ചു, നീ പഠിപ്പിച്ചത് കാരണം അവൻ ഖുർആൻ പഠിച്ചു, നീ പഠിപ്പിച്ചത് കാരണം അവൻ നമസ്കരിച്ചു, നീ പഠിപ്പിച്ചത് കാരണം അവൻ ശിർക്കിൽ നിന്നും മറ്റ് പാപങ്ങളിൽ നിന്നും വിട്ടുനിന്നു, ഖിയാമത്ത് നാൾ വരെ നിന്നെ അവൻ ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഖിയാമത്ത് നാൾ വരെ ആ കുട്ടി, ആ കുഞ്ഞ് ചെയ്യുന്ന എല്ലാ നന്മകളുടെയും ഒരു ഓഹരി, അൻത ശരീകും ഫി അജ്രിഹി അൻത ശരീകും ഫി അമലിഹി വഅൻത ശരീകും ഫി സവാബിഹി ഫഇദൻ വഹുവ സയകൂനു ദഖറൻ ഫി ദുനിയ വഅജ്റൻ ഫിൽ ആഖിറ. അതാണ് മക്കൾ, അതിന്റെ എല്ലാം ഒരു പങ്ക് നിന്റെ അക്കൗണ്ടിലേക്ക് വരും. ഇതാണ് മൗഖിഫുൽ മുസ്ലിം ഫി നഫഖത്തിൽ ഔലാദ് വതഅബിഹി വകദിഹി വഇല്ലം യസ്തർജി ഇലൈഹി ഖൈറുൻ വഫായിദത്തുൻ വറബഹുൻ, അവനിലേക്ക് അതിന്റെ ഗുണങ്ങളൊന്നും ജീവിച്ചിരിക്ക ഭൂമിയിൽ നിന്ന് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അമിൻതമാ അലൈക്, യു ഡിഡ് വാട്ട് യു ഡു, നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് നീ ചെയ്തു. അള്ളാഹുവിന്റെ അടുക്കൽ അതിന്റെ പ്രതിഫലമുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്
الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചും അനുധാവനം ചെയ്തും മുസ്ലിമായി മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമെന്നതിനെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. മക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അത് നല്ല നിയ്യത്തോടു കൂടിയാണെങ്കിൽ, അള്ളാഹു ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തു എന്ന നിയ്യത്തോടു കൂടിയാണെങ്കിൽ അതൊക്കെ വരും. അതെടുത്തു പറഞ്ഞ് അവരെ എപ്പോഴും ഇങ്ങനെ ഹെർട്ട് ചെയ്യുക, ഞാൻ എനിക്ക് അങ്ങനെ ചെയ്തില്ലേ, ഞാൻ എനിക്ക് ഇങ്ങനെ ചെയ്തില്ലേ, അതുകൊണ്ട് നീ ഇങ്ങനെ ആയാലും എന്നൊന്നും പറയാതിരിക്കുക എന്നത് അത് സദഖ കൊടുക്കുന്നതിൽ മാത്രമല്ല, മക്കളെ പോറ്റുന്നതിലും അങ്ങനെ തന്നെയാണ്. ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, പെൺമക്കൾ കൂടുതൽ കാര്യായിരിക്ക, ആൺമക്കൾ അവൻ മൂത്ത ആൾക്കെല്ലാം ഇൻവെസ്റ്റ് ചെയ്യും. സമ്പത്തിന്റെ കൂടുതൽ, ഏറ്റവും നല്ല കോഴ്സ്, ഏറ്റവും നല്ല, ബാക്കി എപ്പോഴും പൊതുവെ വീടുകളിൽ മൂത്തതിന്റെ താഴെയുള്ള ആളുകള് ഇവരുടെ യൂസ്ഡ് ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. അതൊരു ഏറ്റവും പുതിയ ടോയ്സ് അത് വാങ്ങി അത് പഴയതാകുമ്പോ അടുത്ത ആൾക്ക് വാങ്ങും. അതിന്റെ ഷർട്ട് പഴയതാകുമ്പോ ഇപ്പുറത്ത്, ജേഴ്സി പഴയതാകുമ്പോ അടുത്ത ആൾക്ക്, അവന്റെ കമ്പ്യൂട്ടർ പഴയതാകുമ്പോ ഇപ്പുറത്തെ ആൾക്ക്. അവൻ നന്നായി പഠിച്ചാൽ അവൻ സർക്കാർ സ്കൂളിൽ, മറ്റവനെ ഏറ്റവും നല്ല VIP കോളേജിൽ, അങ്ങനെയൊക്കെ പറഞ്ഞേക്കും. പെൺകുട്ടികളെ കൂടുതൽ വിദ്യാഭ്യാസം ഇൻവെസ്റ്റ് ചെയ്താൽ ലാഭമല്ല. എന്താ, ആ കുട്ടീനെ പഠിപ്പിച്ച് വലുതാക്കിയാൽ വേറൊരുത്തം കൊണ്ടുപോകും. പിന്നെ ഓളെ ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ ഒരിക്കലൊന്ന് വന്ന് അപ്പൊ പെൺകുട്ടികളിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. ലാ വല്ലാഹി, അങ്ങനെയല്ല ഇസ്ലാം, അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. മക്കളിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ എത്ര അധ്വാനിക്കുന്നു അത് അത്രയും അവർ നിങ്ങളുടെ നരകത്തിന്റെ സംരക്ഷണമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എളുപ്പമല്ല, പെൺമക്കളെ സംരക്ഷിച്ച് വളർത്തി വിദ്യാഭ്യാസം കൊടുത്ത് അവരെ അവരുടെ ഇഫ്ഫത്തിൽ സൂക്ഷിച്ച് ഒരു നല്ല യുവാവിന്റെ കയ്യിൽ അവളെ സുരക്ഷിതമായി ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാ കാലത്തും പ്രത്യേകിച്ച് ഇന്ന് ഏറ്റവും വലിയ റിസ്കാ, ആ ഏറ്റവും വലിയ ടാസ്ക് ആണ്. അതിനനുസരിച്ച് പ്രതിഫലം തന്നെ അള്ളാഹ് ഓഫർ ചെയ്തത്. അള്ളാഹ്ക്കറിയാതെ നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗാ, രണ്ട് പെൺകുട്ടികൾ അവൾ വലുതാകുന്നത് വരെ, പ്രായപൂർത്തിയാകുന്നത് വരെ അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത ഒരു പിതാവ് ജാഅ യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അവൻ വരും, അന വഹുവ കഹാതൈനി, ഞാനും അവനും ഇങ്ങനെയായിരിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, വമൻ കാനത് ലഹു ഇബ്നതാനി ഔ ഉഖ്താനി, ഒരാൾക്ക് രണ്ട് പെൺമക്കൾ ഉണ്ടായി, അല്ല രണ്ട് സഹോദരിമാരുണ്ടായി, അങ്ങനെ ഫഅഹ്സന സുഹ്ബതാ, അവരോടുള്ള ഇടപാടുകൾ ഏറ്റവും നന്നാക്കിയാൽ അവൻ നാളെ അവനും ഞാനും ഇതുപോലെയാണ് വരിക. ഈ കുട്ടികൾ അവർക്ക് നരകത്തിൽ സംരക്ഷണമാകുമെന്ന്. പെൺകുട്ടികളുടെ വിഷയത്തിൽ എത്ര ജാഗ്രതയാണ്. അതാ പെൺമക്കളുടെ വിഷയത്തിൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ആ ഓരോ ടെൻഷൻ എന്തിന്റെ പേരിലാ? ഇഫ്ഫത്തി, അവരുടെ പരിശുദ്ധിയുടെ പേരിൽ, അവരുടെ സംരക്ഷണത്തിന്റെ പേരിൽ, അവരുടെ ഭാവിയുടെ പേരിൽ. നമുക്കെന്ത് റിട്ടേൺ ഉണ്ട് എന്നുള്ളതിന്റെ പേരിലല്ല, നമുക്കെന്ത് റിട്ടേൺ ഉള്ളതിലല്ല. അതാണ് മക്കളുടെ വളർച്ചയിൽ നിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ പാത, ദീനിലും ദുനിയാവിലും അവരുണ്ടാവുന്ന രീതിയിൽ അവരെ തർബിയത്ത് ചെയ്തു കൊണ്ടുവരുന്നതിൽ വരുന്ന ചെലവുകൾ, ആ ചെലവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിൽ നിന്ന് കൺകുളിർമ നേടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجعل هذا البلد بلدا آمنا وسائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وأقول قولي هذا وأقم الصلاة.